നെയ്പ്പത്തളി കാസർഗോട്ടാറ ഗർഭിണിയൊക്കെ അപ്പം വിളമ്പുന്ന പരിപാടിയിൽ മുന്നിൽ നിൽക്കുന്ന ഐറ്റം. തേങ്ങാപ്പാലും കൂട്ടി വെച്ച കോഴിക്കറിയിലൊക്കെ ചൂടോടെ തിന്നാൻ ഇതിലും മികച്ച സാധനം വേറെ ഇല്ല. ചൂടോടെയാണെങ്കിൽ ഒറോട്ടിക്ക് മുകളിൽ നിൽക്കും ഇതിൻ്റെ ടേസ്റ്റ്. നെയ്പ്പത്തളി ഉണ്ടാക്കാൻ പച്ചരിയും തേങ്ങയും നീരുള്ളിയും ജീരകവും മാത്രം മതി. പച്ചരി ആയതുകൊണ്ട് ഒരു 3 മണിക്കൂർ മുന്നേ കുതിർത്താലും മതി. അങ്ങനെ കുതിർത്ത പച്ചരി കഴുകി നല്ല മിനുസ പൊടിയായി പൊടിക്കണം. ശേഷം തേങ്ങയും നീരുള്ളിയും നല്ല പാങ്ങിൽ ക്രഷാക്കണം. അങ്ങനെ ആക്കുമ്പോൾ മാക്സിമം വെള്ളം ചേർക്കാതെ ഇറക്കാൻ നോക്കണം. ജീരകം കൂടി ലാസ്റ്റ് ആഡാക്കി ഇറക്കണം. ജീരകം നല്ലോണം വെഞ്ഞുകൂടാം. ശേഷം ഈ അരി പൊടിച്ചതും ഈ തേങ്ങ ഉള്ളി മിക്സും ഉപ്പും വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂട്ടി കുഴച്ചെടുക്കണം. കുഴച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടാവാൻ കാര അടുപ്പത്ത് വെക്കാം. ഈ ടൈമിൽ നാരങ്ങ സൈസിൽ ഈ കുഴച്ച് വെച്ചത് ഉരുട്ടി വെള്ളത്തുണിയിൽ വെച്ച് അടച്ച് പ്ലേറ്റ് കൊണ്ട് അമർത്തി പരത്താം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരത്താം. ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ പരത്തൽ. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് വേഗം തന്നെ വാങ്ങി വെക്കാം. ആക്കിയ ഉടനെ തന്നെ നല്ല തേങ്ങാപ്പാലിൽ വെച്ച കോഴിക്കറിയിലൊക്കെ കണക്കില്ലാതെ തിന്നും. 6 ഒറ്റ എരിപ്പിൽ തിന്നാൻ കഴിയും. അമ്മാതിരി ടേസ്റ്റാണ് ഈ സാധനത്തിന്. പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പേര് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടതൊന്നുമല്ല. നെയ്പ്പത്തൽ എന്നെല്ലാം ഇങ്ങനെ പറയും. ഞങ്ങളുടെ നാട്ടിൽ നെയ്പ്പത്തളി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ആ പേരിട്ട് വീഡിയോ ചെയ്തു, അത്ര തന്നെ. അപ്പോൾ ഓക്കെ ബൈ.